പുരുഷന്മാരെക്കാൾ 8 ലക്ഷത്തോളം വനിതാ വോട്ടർമാർ കൂടുതലുള്ള സംസ്ഥാനം. ഒട്ടേറെ സ്ത്രീ പോരാട്ടങ്ങൾക്ക് വേദിയായ മണ്ണ്. എന്നാൽ 6 പതിറ്റാണ്ടിന്റെ ചരിത്രമുള്ള കേരള നിയമസഭയിൽ ഭരിക്കാൻ അവസരം കിട്ടിയ വനിതകളുടെ എണ്ണം കേട്ടാൽ ഞെട്ടും. വെറും 11 പേർ. KR ഗൗരിയമ്മ, M കമലം, സുശീല ഗോപാലൻ, J ചിഞ്ചുറാണി, PK ജയലക്ഷ്മി, MT പത്മ, വീണ ജോർജ്, R ബിന്ദു, KK ശൈലജ, J മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ. പുരുഷ മന്ത്രിമാരാവട്ടെ 222 പേരും. 2009 LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം ഏർപ്പെടുത്തിയ കാലത്ത് അതിനെ പരിഹാസത്തോടെ സമീപിച്ചവരുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ പഞ്ചായത്തുകളും നഗരസഭകളും ഭരിക്കുന്നത് സ്ത്രീകളാണ് എന്ന സത്യം നമ്മൾ കാണാതിരിക്കരുത്. 2009 സെപ്റ്റംബർ 16 ആ ചരിത്ര ദിനം പിറന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വനിതാ സംവരണം 50% ഉയർത്തിക്കൊണ്ടുള്ള ബില്ല് കേരള നിയമസഭ പാസാക്കി. സെപ്റ്റംബർ 9 അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയാണ് ബില്ല് അവതരിപ്പിച്ചത്. നഗരസഭകൾ, കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ അധ്യക്ഷന്മാരിൽ പകുതിയും വനിതകളായിരിക്കണമെന്ന് നിയമം ഉറപ്പാക്കി. ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും പകുതി അധ്യക്ഷ സ്ഥാനവും വനിതകൾക്കായി മാറ്റിവെച്ചു. പോരെങ്കിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും പകുതി അധ്യക്ഷ സ്ഥാനവും സ്ത്രീകൾക്ക് ലഭിച്ചു. 2009 പാസാക്കിയ നിയമം 2010 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ യാഥാർത്ഥ്യമായി. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്നതല്ല ഈ സ്ത്രീ സംവരണം എന്ന ആവശ്യം. കേരളത്തിലെ നിയമസഭയിൽ ഒരു ഘട്ടത്തിൽ വനിതാ പ്രാതിനിധ്യം സ്വാഭാവികമായി കുറഞ്ഞു തുടങ്ങി. 1957 ഒന്നാം കേരള നിയമസഭയിൽ 6 വനിതാ അംഗങ്ങളാണ് ജയിച്ചു വന്നത്. 1960 രണ്ടാം നിയമസഭയുടെ കാലത്ത് വനിതാ അംഗങ്ങളുടെ എണ്ണം 7 ഉയർന്നു. എന്നാൽ മൂന്നാം നിയമസഭയുടെ കാലം മുതൽ വനിതാ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. 1987 ശേഷമാണ് ഈ അവസ്ഥകൾക്ക് മാറ്റം വന്നത്. 1987, 1991 തുടങ്ങിയ തിരഞ്ഞെടുപ്പിൽ വനിതാ അംഗങ്ങളുടെ എണ്ണം 8 ഉയർന്നു. 1996 ഏറ്റവും കൂടുതൽ വനിതകൾ നിയമസഭയിലെത്തിയത്, 13 പേർ. നിലവിലെ സംസ്ഥാന നിയമസഭയിൽ 12 വനിതാ MLA മാരാണുള്ളത്. J ചിഞ്ചുറാണി, KK ശൈലജ, ദലീമ ജോജോ, R ബിന്ദു, വീണ ജോർജ്, U പ്രതിഭ, K ശാന്തകുമാരി, OS അംബിക, കാനത്തിൽ ജലീമ, C ആശ, ഉമ തോമസ്, KK രമ എന്നിവരാണ്. ഇതിൽ KK രമയും ഉമ തോമസും ഒഴികെയുള്ളവർ LDF പ്രതിനിധികളാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി 3 വനിതകൾ മന്ത്രിമാരായതും ഇപ്പോഴത്തെ LDF സർക്കാരിന്റെ സവിശേഷതയാണ്. 23 മന്ത്രിസഭകളാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയത്. ഇതിൽ 9 മന്ത്രിസഭകളിൽ വനിതാ പ്രാതിനിധ്യം വട്ടപൂജ്യമായിരുന്നു.